God with you. ദൈവകൃപയാൽ ഒരിക്കൽ കൂടി ദൈവവചനം ഷെയർ ചെയ്യാൻ വേണ്ടി ദൈവം തന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And thank you for Pastor also for giving me this opportunity. ഇങ്ങനെ ഒരു സാവകാശം തന്നതിനായിട്ട് പാസ്റ്ററിനോടും നന്ദി പറയുന്നു. God bless you all. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Hope we will learn today from these verses. ഇന്ന് പകൽക്കാലം ഈ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. So whenever I am preparing the word, ഞാൻ എല്ലാ പ്രാവശ്യവും വചനം ധ്യാനിക്കുമ്പോൾ I am learning by myself first. ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തോട് ഞാൻ പറഞ്ഞിട്ടാണ് ഞാനത് പഠിക്കുന്നത്. So whatever verses is, ഏതൊക്കെ വചനം ഞാൻ പറയുന്നോ, so we have to learn it first, then only we can teach. നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായതിനു ശേഷമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുന്നത്. The reason is because the word says that the word is a two-edged sword. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവവചനം എന്ന് പറയുന്ന ഇരുവായ്ത്തലുള്ള വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. So today's topic is acceptance. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് അംഗീകാരം എന്നുള്ള വിഷയമാണ്. I am not sharing in the this thing slides. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യുന്നില്ല. Because last time I saw people are not opening their Bibles also. ഞാൻ ഇത് ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർ ബൈബിൾ തുറക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഷെയർ ചെയ്യുന്നില്ല. Everyone is watching there. എല്ലാവരും അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. We have to open our Bibles if we bring it. നമ്മളെല്ലാവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും അത് വചനം തുറന്ന് വായിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. And some people are searching Hebrews in Old Testament. നമ്മൾ പലപ്പോഴും ചില ആൾക്കാർ എബ്രായ ലേഖനം അതുകൊണ്ട് ഇങ്ങനെ പരിചയമില്ലാതെ വരുമ്പോൾ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോയി നോക്കുന്നവരുണ്ട്. So God bless you all for coming here. ഇന്ന് പൽക്കാലം വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. So today if you are here, there is a purpose of God in your life. ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്. So if you are sitting here, you had a purpose and you are coming with a purpose. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. So that purpose is not set by you, it's set by God. നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ സെറ്റ് ചെയ്തതല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു ഉദ്ദേശമാണ്. The problem is when we are making our own program, the problem will start. ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. But when we accept his program, നമ്മൾ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ അംഗീകരിക്കുമ്പോൾ then he will do miracle in our life. അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. Then he will pour his blessings in our life. നമ്മുടെ ജീവിതത്തിൽ അവർ അനുഗ്രഹങ്ങളെ ചൊരിയും. So acceptance, the topic came from there. ദൈവത്തിൽ നിന്നാണ് ഈ അംഗീകാരം കടന്നു വരേണ്ടത്. So the acceptance of God's program is today's topic. അതുകൊണ്ട് ഇന്നത്തെ എന്റെ വാക്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ അംഗീകാരത്തിൽ നമ്മൾ പോകണമെന്നുള്ളതാണ്. Someone will read Mark 5. കുഞ്ഞുങ്ങൾ മർക്കോസിന്റെ സുവിശേഷം Mark chapter 5 verse 30. So കുഞ്ഞുങ്ങൾ എല്ലാവരും എടുക്കണം, എല്ലാവരും everybody to be active, okay? Who touched my clothes? How do he know that the power gone out? How do he know? നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. How do he know that someone touched his clothes? എങ്ങനെയാണ് ദൈവം തന്റെ യേശു കർത്താവ് തന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് അറിയാനുള്ള കാരണം? How do he know? Tell me. എങ്ങനെയാ? നിങ്ങളോട് ശ്രദ്ധിച്ചേ. He got itching in his foot. അതോ ദേഹത്ത് അവൻ തുണിയെ തൊട്ടപ്പോ ചൊറിച്ചിൽ വന്നതുകൊണ്ടാണോ? He feels someone pulling his shirt. അതോ ആരെങ്കിലും ഷർട്ടെ പിടിച്ച് വലിച്ചത് കൊണ്ടാണോ? How do he know that someone touched him? എങ്ങനെയാണ് യേശു കർത്താവിന് തന്റെ ശക്തി പുറപ്പെട്ടെന്ന് മനസ്സിലായത്? Tell me, from children. കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ശ്രദ്ധി. How do he know that someone touched him? It is written in the word. How do he know? എങ്ങനെ? You just read the word. Tell me. He knows from his Holy Spirit. No. What is written? Read again. Read again. The power came out of him. Yes. Okay, the power came out from him, so he knows someone touched ശക്തി him. തങ്കിൽ നിന്ന് പുറപ്പെട്ടെന്ന് ദൈവം അറിഞ്ഞു, യേശു കർത്താവ് അറിഞ്ഞു. So the disciples who is walking with him, തന്റെ കൂടെ സഞ്ചരിക്കുന്ന ശിഷ്യന്മാരും, so they said in Mark 5:31. Read Mark 5:31. അതിന്റെ 31ാമത്തെ വാക്യം വായിക്കാം. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. So the disciples are saying the crowd, they are pushing you, they are pulling you, they are falling on you. How you are saying like someone touched me? Everyone is touching you. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, നീ പറയുന്നു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന്, അതിനെങ്ങനെ നീ അറിയുന്നത്? ഒത്തിരി ആൾക്കാർ ഒന്ന് ചുറ്റും ബഹളം വെക്കുകയും തള്ളുകയും ടച്ച്
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? In NKJV it's written like the multitude thronging on you. ഇങ്ങനെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് പുരുഷാരം തിരക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. I don't know how you are touching today Jesus. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എങ്ങനെയാണ് കർത്താവിനെ ടച്ച് ചെയ്യുന്നത്? Or you are pulling him. നിങ്ങൾ എങ്ങനെയാണ് കർത്താവിനെ ഇന്ന് അവനെ വലിക്കുവാൻ Or ആഗ്രഹിക്കുന്നത്? you are falling down on him. നിങ്ങൾ ഇന്ന് പൽക്കാലം എങ്ങനെയാണ് അവന്റെ മേൽ വീഴുവാൻ ആഗ്രഹിക്കുന്നത്? So here the verse is saying that the disciples are saying everyone is falling on you, they are pulling your clothes, they are doing all sets of things. How you are saying someone touched me? ശിഷ്യന്മാർ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും പല ആൾക്കാരും വന്ന് നിന്റെ അവരുടെ ഷർട്ടെ പിടിച്ച് വലിക്കുന്നുണ്ടായിരിക്കാം, അവനെ തള്ളുന്നുണ്ടായിരിക്കാം, യേശുക്രിസ്തുവിന്റെ അത്ഭുതം ആഗ്രഹിച്ച് പലരും വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഒരാളുടെ കാര്യം മാത്രം ഇങ്ങനെ കർത്താവ് പറയുന്നത്? Because the touch of the crowd and the touch of that woman is different. Crowd and the touch of that woman is കാരണം എന്ന് different. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷാരത്തിന്റെ തൊടുന്നതും ആ സ്ത്രീ തൊട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. What is the difference? എന്താണ് അതിന്റെ വ്യത്യാസം? Tell me, what is the difference? നിങ്ങൾക്ക് എന്താ അതിന്റെ വ്യത്യാസം എന്ന് പറയാമോ? She accepted him as her Lord and Savior, and then he touched him. കാര്യം എന്ന് പറയുന്നത്, അവൾ തന്റെ ഹൃദയത്തിൽ യേശു കർത്താവിനെ തന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടാണ് താൻ വന്ന് തൊടുന്നത്. She touched him with belief. കാര്യം അതായത് ആ സഹോദരി വന്ന് തന്റെ ഉള്ളിലുള്ള വിശ്വാസത്താലാണ് യേശുവിനെ തൊടുന്നത്. I don't know how you are touching him today. ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ എങ്ങനെ കർത്താവിനെ തൊടാനാണ് ആഗ്രഹിക്കുന്നത്? You are touching him with belief. നിങ്ങൾ വിശ്വാസത്തോടെ തൊടുവാനാണോ ആഗ്രഹിക്കുന്നത്? You are touching him with acceptance. നിങ്ങൾ അവന്റെ അംഗീകാരത്തോടാണോ നിങ്ങൾ അവനെ തൊടുവാൻ Or you are ആഗ്രഹിക്കുന്നത്? falling down on him. അതോ അവനെ വെറുതെ ആൾക്കാർ വരുന്ന പോലെ വെറുതെ തള്ളിക്കൊണ്ടു പോകുവാനാണോ ആഗ്രഹിക്കുന്നത്? If you are doing like the crowd is doing those days, ആ പുരുഷാരം തിരക്കിയതുപോലെ ഇവിടെ തിരക്കാൻ വേണ്ടി വന്നവനാണെങ്കിൽ that means you are in your own program. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉദ്ദേശത്തിനകത്താണ് ഇന്ന് പൽക്കാലമായിരിക്കുന്നത്. But if you accept him ഇന്ന് പൽക്കാലം നിങ്ങൾ അവനെ അംഗീകരിക്കുന്നെങ്കിൽ, and touch him, എന്നിട്ട് അവനെ തൊടുന്നെങ്കിൽ, he is doing miracle work in your life. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവനാണ്. He will open the door of heaven for you. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുവാൻ അവൻ തയ്യാറാണ്. The reason is, കാരണം എന്താണെന്ന് ചോദിച്ചാൽ, when we accept his program, നമ്മൾ കർത്താവിന്റെ പദ്ധതി നമ്മൾ അംഗീകരിക്കുമ്പോൾ that acceptance will give us that power. ആ അംഗീകാരം നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തി തരും. Whatever we all ask in his name, നമ്മൾ അവന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും it will be done for you. നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ ചെയ്തു തരും. Whatever. എന്ത് തന്നെയായാലും. I don't know what you are going to do in your future. ഇന്ന് നിങ്ങളുടെ ഭാവി കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. What is your plan? നിങ്ങളുടെ പദ്ധതി എന്താണെന്ന് എനിക്കറിയില്ല. But if you accept him, ഇന്ന് പൽക്കാലം നിങ്ങൾ അവനെ അംഗീകരിക്കുന്നെങ്കിൽ, he said, I will do everything for you in my name. നിങ്ങൾക്ക് വേണ്ടി അവന്റെ നാമത്തിൽ എന്തും ചെയ്യാൻ തയ്യാറാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Come, let us read one more verse. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. John 1:49. യോഹന്നാന്റെ സുവിശേഷം 1:49. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 49. Read, someone read. കുഞ്ഞുങ്ങൾ ആരെങ്കിലും വായിക്കാം. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന ഉത്തരം പറഞ്ഞു. So Nathanael here he is accepting Jesus. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നഥനയേല് ഇവിടെ യേശുവിനെ അംഗീകരിക്കുകയാണ്. He is the same Nathanael who said, "It's something good come out from Nazareth." നസറേത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചോദിച്ച നഥനയേൽ തന്നെയാണ് ഇവിടെ കർത്താവിനെ അംഗീകരിക്കുന്നത്. One more word, John 1:46. 1:46 ഒന്ന് വായിക്കാം. This is the same Nathanael who are saying, is there any chance that നസറേത്തിൽ നന്മ വല്ലതും വരുമോ എന്ന് പറഞ്ഞ നഥാനിയേൽ തന്നെയാണ് പറയുന്നത്, ഞാൻ അവനെ അംഗീകരിക്കുന്നു. What is the difference between verse 146 and verse 149? നിങ്ങൾക്കറിയാമോ എന്ത് 1:46 47 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The acceptance. കാര്യം അംഗീകാരമാണെന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. 149 is Nathanael answered and said to him, Rabbi. 49 വാക്യത്തിൽ നമ്മൾ വായിച്ച 49 നമ്മൾ വായിച്ചത് റബ്ബി എന്ന് പറഞ്ഞുകൊണ്ടാണ്. First thing he accepted that you are the son of God. ഒന്നാമതാൻ അംഗീകരിക്കുന്നത് നീ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളതാണ്. Second thing he accepted you are the king of Israel. രണ്ടാമത് അവൻ അംഗീകരിക്കുന്നത് നീ ഇസ്രായേലിന്റെ രാജാവാണെന്നുള്ളതാണ്. This is the same Nathanael who is saying like, if there is any chances that something good will come from Nazareth. ഈ നഥനയേൽ തന്നെയാണ് ചോദിച്ചത്, നസറേത്തിൽ നിന്നോ നന്മ വരാനായിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Today how you are accepting him? ഇന്ന് പൽക്കാലം നിങ്ങൾ എങ്ങനെയാണ് അവനെ അംഗീകരിക്കുന്നത്? Or you are pulling him?
നിങ്ങളെ ഈ പുരുഷാരത്തിനെ പോലെ തിരക്കിക്കൊണ്ടിരിക്കുകയാണോ? The acceptance is changing what your thought was before coming in belief. ഞാൻ പറയാം, ഈ അംഗീകാരം എന്ന് പറയുന്നത് നിങ്ങൾ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ മനസ്സിന്റെ ഒരു ചേഞ്ച് ആണ്. If after coming in belief your thought are the same, നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ചിന്ത സെയിം തന്നെയാണെങ്കിൽ there is no acceptance in you. അതിന്റെ അർത്ഥം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെന്നാ. You are still running your own program. അതിന്റെ അർത്ഥം നിങ്ങൾ വന്നു ഒക്കെ ശരിയാ, പക്ഷെ നിങ്ങളുടെ പദ്ധതിക്കകത്തോടെ തന്നെ പോകുന്നവരാ. You are still doing your own things. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകുന്നവരാണ്. And you are not walking by his way, you are walking by your own way. നിങ്ങൾ കർത്താവിന്റെ വഴിയിലല്ല പോകുന്നത്, നിങ്ങളുടെ സ്വന്തം വഴിയിലാണ് പോകുന്നത്. So there is in God's words, in all the word there is a condition. ഞാൻ പറയാം, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എല്ലാത്തിനകത്തും ഒരു കണ്ടീഷൻ ഉണ്ട്. After acceptance only, if you will ask anything in his name, it will be done. ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ അവനെ അംഗീകരിച്ചിട്ട് അവനോട് പറയുന്നെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരുമെന്നാണ്. Without accepting, you will be like that crowd. ഞാൻ പറയാം, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ അവനെ അംഗീകരിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പുരുഷാരം തിക്കിത്തിരക്കുന്നത് പോലെ മാത്രമാണ്. Hallelujah. 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 I cannot hear. Hallelujah. Hallelujah. We need some response, no? നമുക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഞങ്ങൾക്ക് വേണം. When someone is preaching, yes, they need some response. Yes. Okay, we'll read one more verse, John 4:10. യോഹന്നാന്റെ സുവിശേഷം 4:10 അടുത്ത ആൾ ഇവിടെ വായിച്ചോ. John's Gospel chapter 4 verse 10. Yeah, read. One. One much. Yeah. Jesus answered us, if you knew the gift of God, who it is that is saying to you, give me a drink. അതിന് Asked him, and he would have given you living water. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. So first, knowing that who is giving you that water is very important. Knowing that who is giving you that water is very important. ആരാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത് എന്നുള്ളത്, യഥാർത്ഥ വെള്ളം തരുന്നുള്ളത് അറിയേണ്ടത് ആദ്യത്തെ ആവശ്യമാണ്. Sometime we will be in doubt. നമ്മൾ പലപ്പോഴും സംശയത്തിൽ വരാറുണ്ട്. When problems will come, when tribulation will come, we will be in doubt. നമ്മൾ ചിലപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ സംശയത്തിലായി പോകാറുണ്ട്. Many will think, is there any God? നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് എവിടെ ഈ ദൈവം ഉണ്ടോ? So in the good times you are saying, yeah, Jesus. In the bad time you are in confusion. നല്ല കാര്യത്തിൽ നമ്മൾ പറയും, ദൈവമുണ്ട് കേട്ടോ, കാര്യങ്ങൾ നടക്കുമ്പോൾ. എന്നാൽ പ്രശ്നം വരുമ്പോൾ പറയും, ദൈവം ഉണ്ടോ എന്ന് ചോദിക്കും. The reason is you are not surrendering your program to him. കാരണം നിങ്ങൾ നിങ്ങളുടെ പദ്ധതി ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ തയ്യാറല്ല. You are not asking him, God, what is your program in my life? നമ്മൾ ദൈവത്തോട് ചോദിക്കാറില്ല, കർത്താവേ എന്റെ ജീവിതത്തെ പറ്റിയുള്ള നിന്റെ ഹിതം എന്താണെന്ന് ചോദിക്കാറില്ല. Here Jesus is saying to that lady, ഇവിടെ നമ്മൾ ആ സഹോദരിയോട് യേശു കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, if you knew the gift of God and who it is who says to you, give me a drink, you would have asked him and he would have given you living water. നീ ദൈവത്തിന്റെ ദാനം ആരാണെന്നും നിന്നോട് ചോദിക്കുന്നവരാരാരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ, നിനക്ക് ആ വെളിപ്പാടുണ്ടായിരുന്നെങ്കിൽ അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുമായിരുന്നു. And this living water today, now he is going to give you also. ഇന്ന് പൽക്കാലം നമുക്കും ഈ ജീവനുള്ള വെള്ളം തരുന്ന ഒരു കർത്താവാണ്. But how you are asking that living water, that does take matter. അതിന്റെ അകത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ജീവനുള്ള വെള്ളം ചോദിക്കുന്നത് എന്നുള്ളതാണ്. You are asking with acceptance. നിങ്ങൾ അംഗീകാരത്തോടാണോ ചോദിക്കുന്നത്? And you are keeping your own program and asking that living. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നിട്ടൊന്ന് ചോദിച്ചേച്ച് പോയേക്കാമെന്നും കൊണ്ടാണോ ചോദിക്കുന്നത്? You have to come out from your own program. നിങ്ങളുടെ പ്രോഗ്രാമിനകത്തുനിന്ന് വെളിയിൽ വന്നിട്ട് വേണം അവനോട് ചോദിക്കാൻ. Then only he will give you that living water. എങ്കിൽ മാത്രമേ അവൻ നിനക്ക് ആ ജീവനുള്ള വെള്ളം തരത്തുള്ളൂ. The moment you came out from your program, നീ നിങ്ങളുടെ പദ്ധതിക്കകത്തുനിന്ന് വെളിയിൽ വരുന്ന നിമിഷം തന്നെ he will accept you from both the hands. അവൻ രണ്ട് കരം ഉപയോഗിച്ചും നിന്നെ സ്വീകരിക്കുന്നവനാണ്. Come my son, come my daughter. വരിക എന്റെ മകനെ, വരിക എന്റെ മകളെ എന്ന് പറയുന്നതാണ്. If you are relying on your own understanding and thoughts, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ ചിന്തയിലും മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ this thing will never happen. ഒരിക്കലും അങ്ങനെ ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കത്തില്ല. No living water for you. ഒരിക്കലും നിങ്ങൾക്ക് ജീവനുള്ള വെള്ളം കിട്ടത്തില്ല. You did so many great things, so many good works. നിങ്ങൾ നല്ല കാര്യങ്ങളും ഒത്തിരി വിഷയങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. But you have never tasted that living water. നിങ്ങൾ ഒരിക്കലും ആ ജീവനുള്ള വെള്ളം നിങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചിട്ടില്ല. The taste of that living water is so amazing. ആ ജീവനുള്ള വെള്ളത്തിന്റെ രുചി വളരെ മനോഹരമാണ്. I was the one living my life by my own program before. ഞാൻ എന്റെ ഹിതപ്രകാരമായിരുന്നു എന്റെ ജീവിതം ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്.
He tried to talk to me so many times. എന്നോട് പല പ്രാവശ്യവും ദൈവം എന്നോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. But I refused at that time. ഞാൻ എല്ലാ പ്രാവശ്യവും അപ്പോൾ ഞാൻ അതിനെ എതിർക്കുമായിരുന്നു. I was the naughtiest child in my family, in all my family, from my mother's side, from my father's side. Naughtiest child in all. ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പിതാവിന്റെയും മാതാവിന്റെയും കുടുംബത്തിലെ ഏറ്റവും വഴക്കാളിയായിട്ടുള്ള പയ്യനായിരുന്നു ഞാൻ. So my mom is so like worried how, like my father is so calm, but my mom is so worried how he's going to do. എന്റെ ഫാദർ ഇച്ചിരി കാമായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് ഏറ്റവും വിഷമമായിരുന്നു എന്തായി തീരുമെന്ന്. You know, in my head itself I am having 7 places I am having stitches. എന്റെ തലയിൽ 7 ഭാഗത്ത് സ്റ്റിച്ചസ് ഉണ്ട്. Here also I have 1 stitch. എന്റെ താടിയുടെ ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്. You know, this is not because of accident. ഇതൊന്നും ആക്സിഡന്റ് കൊണ്ട് ഉണ്ടായതല്ല. I had fight this many times. I had fight this many times. ഞാൻ പലപ്പോഴും അടി ഉണ്ടാക്കുമായിരുന്നു, അങ്ങനെ ഉണ്ടായ മുറിവുകൾ. So because of that, but when he talked to me, എന്നാൽ എന്റെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ I came out from my program. ഞാൻ എന്റെ പദ്ധതിക്കകത്തുനിന്ന് വെളിയിൽ വന്നു. I turned around. ഞാൻ തിരിഞ്ഞു നിന്നു. And till date I never looked back. ഞാൻ പിന്നെ ഒരിക്കലും പുറകോട്ട് നോക്കിയിട്ടില്ല. What is done, that is done. കഴിഞ്ഞത് കഴിഞ്ഞുപോയി. What I am doing now in present is important than what in the past. ഞാൻ ഇന്നിപ്പോ ചെയ്യുന്ന കാര്യമാണ് വിലയുള്ളത്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. Or what in the future. ഞാൻ ഭാവി എന്താണ്? And I am so relaxed because I know it is not my program, it is God's program in my life. എനിക്കിപ്പോൾ സ്വാതന്ത്ര്യമുള്ളത്, സന്തോഷമുള്ളത് എന്റെ പ്രോഗ്രാം അല്ല നടക്കുന്നത്, കർത്താവിന്റെ പ്രോഗ്രാമാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. This knee is broken, this hip is dislocated. എന്റെ കാല് ഇവിടം ഉളുക്കിയതാണ്, ഇവിടം ഡിസ്ലൊക്കേറ്റ് ചെയ്തതാണ്, ആകെ പ്രശ്നങ്ങളാണ്. If you will not learn from the easy way, നിങ്ങള് if you will not learn from the easy way, നമ്മള് ദൈവം തരുന്ന എളുപ്പമുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ he will teach you in the hard way. അവൻ നമ്മളെ കഠിനമായ വഴി കൂടെ പഠിപ്പിക്കും. If you are the chosen one, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ 100% ദൈവം പഠിപ്പിക്കും. അങ്ങനെ now you have to decide, do you want to learn from the easy way or from the hard way? നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, നമ്മൾ സാധാരണ ശരിയായിട്ട് കർത്താവ് വിളിക്കുമ്പോൾ പോകുന്ന വഴി വേണോ അതോ കഠിനമായ വഴി കൂടെ അവന്റെ വിളി വേണോ എന്ന് തീരുമാനിക്കാം. കുഞ്ഞുങ്ങളോടും കൂടാ പറയുന്നേ. If in your youth you started following him, നിങ്ങളുടെ യൗവനകാലത്ത് തന്നെ നിങ്ങൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നെങ്കിൽ he will do miracle thing in your life. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. You will see yourself growing. നിങ്ങളറിയാൻ, നിങ്ങൾ തന്നെ വളർന്നു വരുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. Ask him, God, give me your program. കർത്താവിനോട് വേണം, കർത്താവേ നിന്റെ പദ്ധതി എന്നെ ഒന്ന് അറിയിക്കണമേ. What you want from my life. കർത്താവേ എന്റെ ജീവിതം നീ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ എന്തായി തീരണമെന്ന് നിനക്കുള്ള ആഗ്രഹം എന്നോട് പറയണമേ. He will surely talk to you. അവൻ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നത്. How God talk to someone? എങ്ങനെയാ ദൈവം പലരോട് സംസാരിക്കുന്നത്? Tell me how God talk to someone. നിങ്ങൾ എങ്ങനെയാ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നേ? Very good, very good. Through Bible. Very good. Dreams. And Visions. yes. Yeah. Prayer. Songs. Songs also it's me. Okay. Word by word. വചനത്തിൽ കൂടെ സംസാരിക്കുവാൻ. The one thing you can do like for him, it's read the word. ഏറ്റവും സിമ്പിൾ ആയിട്ട് ദൈവത്തിന്റെ സംസാരം കേൾക്കണമെങ്കിൽ വചനം വായിക്കണം. Everything is written here. ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. He will talk to you when you will read the word. നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. If someone is telling you I am 10 years in Christ, I think so he need to read at least 10 times these words. ഞാൻ 10 വർഷമായി കർത്താവിൽ എന്ന് ചില ആൾക്കാർ പറയും. അറ്റ്ലീസ്റ്റ് 10 പ്രാവശ്യമെങ്കിലും ഈ വചനം വായിക്കുന്നവരാണെങ്കിൽ അത് ശരിയാണ്. This is the word of God. He is talking to you directly. ഇത് ദൈവത്തിന്റെ വചനമാണ്, നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. If till now you did not complete from Genesis to Revelation 10 times, നിങ്ങൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഒരു 10 പ്രാവശ്യം വായിച്ചില്ലെങ്കിൽ and you are asking God talk to me, how he will talk to you? നിങ്ങളോട് പിന്നെ ദൈവം എങ്ങനെ സംസാരിക്കും? എന്നോട് രാവിലെയും വൈകിട്ടും സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. If you are searching Hosea in New Testament, how he will talk to you? നിങ്ങൾ ഹോശേയ പുതിയ നിയമത്തിൽ സെർച്ച് ചെയ്യുന്നവരാണ്, പിന്നെ എങ്ങനെ സംസാരിക്കും? Hallelujah. 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 So you have to read the word. Today make a commitment. I will read the word daily. ഇന്ന് പൽക്കാലം നിങ്ങൾ കമ്മിറ്റ്മെന്റ് ചെയ്യണം, ദൈവസന്നിധി തീരുമാനം എടുക്കണം, ഞാൻ ദൈവവചനം വായിക്കും. It doesn't need a specific type of time. നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് ഒരു സമയം ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. Any time you can read in your നിങ്ങൾക്ക് സാവകാശമുള്ള സമയം നിങ്ങൾക്ക് വായിക്കാം. If you are sitting idly in the car, you can read there. നിങ്ങൾ കാറിൽ ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയം വന്ന് എടുത്ത് വചനം എടുത്ത് വായിക്കുക. That thing need a
commitment from inside. അതിന് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു തീരുമാനം വേണം. That thing need to coming out from your program and getting into his program. അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം വരണമെങ്കിൽ നിങ്ങളുടെ പദ്ധതിക്കകത്ത് നിങ്ങൾ വെളിയിലൊന്ന് വരണം. Hallelujah. ഹല്ലേലൂയ. Here Jesus is saying, if you know who am I, and then you will ask me the living water. എന്ന് യേശു പറയുകയാണ്, ഞാൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞായിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുമായിരുന്നു. In verse 4:28, read it. അതിന്റെ 4:28 വായിക്കാം. അടുത്ത ആള് ക്രിസ്ത്യൻ. See, the woman left her water pot. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു. So many of us was not able to leave our water pot. പലപ്പോഴും പലരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പാത്രം കൈ വെച്ചോണ്ടാ പലരുടെ നടപ്പ്. We are keeping the water pot with us. നമ്മുടെ കയ്യിലുണ്ട് പാത്രം. The old habit. പഴയ സ്വഭാവമാകുന്ന പാത്രം. If he will slap me, I will hit him. നീ എന്നെ അടിച്ചാൽ ഞാൻ നിനക്ക് 2 എണ്ണം തരുമെന്ന് പറയുന്ന പാത്രം. You don't know who am I. നിനക്കറിയത്തില്ല ഞാൻ ആരാണെന്ന് പറയുന്ന പാത്രം. So the woman, the first thing she did, she left the water pot. അവൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ പാത്രം എടുത്ത് വെച്ചേച്ച് അവൾ പട്ടണത്തിലേക്ക് പോയി. Today many of us was not able to leave that water pot. ഇന്ന് പലക്കാരും നമ്മൾ അത് വിട്ടിട്ട് പോകാൻ തയ്യാറല്ല. The old way of living. നമ്മുടെ പഴയ ജീവിത സാഹചര്യങ്ങള്. The old way of doing the things. പഴയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികള്. So God is telling you today, leave your water pot. ഇന്ന് പലക്കാരും ദൈവത്തിന്റെ ആത്മാവ് പറയാ, നിങ്ങളുടെ പാത്രം വെച്ചിട്ട് നിങ്ങൾ പോകുവാൻ. Leave your thinking, leave your thoughts, the old thoughts what you നിങ്ങളുടെ പഴയ ചിന്തകളും പഴയ തീരുമാനങ്ങളും മാറ്റിവെക്കാൻ പറയുകയാണ്. I will make you a new person. ഞാൻ നിങ്ങളെ പുതിയൊരാളാക്കി മാറ്റുമെന്ന് പറയുകയാണ്. Give me yourself as you are. നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. You do not need multi talent for that. നിങ്ങൾക്ക് അതിന് വലിയ കഴിവുകൾ ഒത്തിരി ഉള്ള ആളായിരിക്കണമെന്നില്ല. You do not need to be a big preacher or big singer. നിങ്ങൾ വലിയ പാട്ടുകാരനോ പ്രസംഗകനോ ആകണമെന്നും നിർബന്ധമില്ല. You just have to surrender yourself to the God. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി വന്ന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. And ask him, God, what is your program in my കർത്താവേ, life? നിന്റെ എന്നെ പറ്റിയുള്ള ഹിതം എന്താണെന്ന് അവരോടൊന്ന് ചോദിച്ചാൽ മതി. Accept that program. അത് നമ്മൾ ജീവിതത്തിൽ അങ്ങ് സ്വീകരിച്ചാൽ മതി. You will feel lighter than before. നിങ്ങൾ നേരത്തെ ഉള്ളതിനേക്കാളും നിങ്ങളുടെ ശക്തിയെല്ലാം മാറി നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. You will feel like a feather. നിങ്ങൾ ഒരിക്കലും ഒരു ഈ പക്ഷിയുടെ ചിറക് പോലെ സോഫ്റ്റ്. But if you're still thinking how my children will grow up, how I'll go to Canada, how I'll go to US, when I'll get my visa, then there is a problem. You are stucking into your own program. നമ്മൾ പലപ്പോഴും നമ്മുടെ പഴയ പ്രോഗ്രാം കൊണ്ട് കുഞ്ഞുങ്ങൾ എന്തായിത്തീരും, എന്റെ ജോലി എന്തായിത്തീരും, എന്റെ കാനഡ പോക്ക് എങ്ങനെ ആവും, USA എങ്ങനെ ആയിത്തീരും, ഇങ്ങനെയുള്ള ചിന്തകളാണെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ പഴയ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. So that time Satan will work in your mind. ആ സമയത്ത് പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. He will get you into the loop. നിങ്ങളെ അവന്റെ പദ്ധതിക്കകത്തേക്ക് കൊണ്ടുവരും. And you'll start thinking negative thoughts every time. അതായത് എല്ലാ ദിവസവും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. Because you are in your own program. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പദ്ധതിക്കകത്തായതുകൊണ്ടാണ്. In your own program, he will make sure you are living in your past or you are living in your future. നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ കാലത്തോ നിങ്ങളുടെ ഭാവിയിലോ ആയിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. Satan will never allow to live in your present. ഒരിക്കലും നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് ജീവിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. Say, shake your neighbor's hand and say, today is my day. അടുത്ത ഇരിക്കുന്ന കരം കൊടുത്തിട്ട് പറ, ടുഡേ ഈസ് മൈ ഡേ. ഇന്നാണ് എന്റെ ദിവസം. Yesterday is gone. Yesterday has gone. ഇന്നലെ കഴിഞ്ഞു പോയി. Tomorrow may never will come. ഇനി നാളെ may never will come. We don't know. നാളെ ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. But today is my day. ഇന്ന് എന്റെ ദിവസമാണ്. So Bible is also talking about today, the present. ബൈബിളും പറയുന്നത് ഇന്നെന്നുള്ള ദിവസത്തെ പറ്റിയാ പറയുന്നത്. And he is very present today with us. അവൻ ഇന്ന് പകൽക്കാലവും നമ്മളോട് കൂടെ ഉള്ള ഒരു കർത്താവാണ്. That's why we are worshiping him. നമ്മൾ അതുകൊണ്ടാണ് അവനെ ആരാധിക്കുന്നത്. What is the biggest miracle in Bible? നിങ്ങൾക്കറിയാവോ വചനത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മിറക്കിൾ എന്താണെന്ന് അറിയാവോ? Tell me. What Water will into, you tell me. Biggest miracle. Biggest miracle. Jesus resurrected. His resurrection was the biggest miracle. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. Why we are praying him today? നമ്മൾ ഇന്ന് പകൽക്കാലം അവനോട് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? Because he is alive. അവൻ ജീവനോടെ ഇരിക്കുന്നത് കൊണ്ടാണ്. And he is in midst of us. ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ടാണ്. He is listening to us. ഇന്ന് പകൽക്കാലം അവൻ നമ്മളോട് കേൾക്കുന്നത് കൊണ്ടാണ്. He is watching us. അവൻ നമ്മളെ നോക്കുന്നത് കൊണ്ടാണ്. And he is very very much
with us in all our troubles. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ്. Hallelujah. ഹല്ലേലൂയ. We are praising, we are worshiping to the living അതുകൊണ്ട് God. നമ്മൾ അവനെ ആരാധിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നു. We are ആമേൻ. not worshiping to a dead God നമ്മൾ ഒരിക്കലും മരിച്ചുപോയ ഒരു ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. who cannot hear, കേൾക്കാൻ വയ്യാത്തൊരു ദൈവമല്ല. cannot move his hands by himself. ആ കൈയൊന്നും സ്വയമായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ദൈവത്തെ അല്ല. We are worshiping a living God നമ്മൾ ജീവനുള്ള ജീവിക്കുന്ന ദൈവത്തെയാണ്. who said, I am with you. Who said, I am with you ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ, till your last breath. നിങ്ങളുടെ അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞൊരു കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Let's read one more verses. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. John 4:39. യോഹന്നാന്റെ സുവിശേഷം 4:39. ജോൺസ്. That lady, what she did after she received him, അവക്ക് ദൈവത്തെ യേശു കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം അവൾ എന്ത് ചെയ്യുന്ന പിന്നെ പറയുന്നത്? yeah. Samaritans from the town believed in him because of the woman testimony. He told me all that I ever did. പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു ആ സ്ത്രീ പറഞ്ഞ വാക്ക് നിമിത്തം. So everyone trusted in her words, and what she did, first thing, she testified. എന്തുകൊണ്ടാണ് ആ പട്ടണത്തിലുള്ള അനേകരെ അവൾ വിശ്വസിക്കാനുള്ള കാരണം? അവൾ സാക്ഷ്യം പറയാൻ തുടങ്ങി. So what is our duty today? നമ്മൾ ഇന്ന് പലക്കാലം നമ്മുടെ ജോലി എന്തെന്ന് ചോദിച്ചാൽ, Yeah, maybe you are having good thoughts. You want to build a church. You want to donate a new organ, keyboard. നിങ്ങൾക്ക് ഒത്തിരി ചിന്തകൾ മനസ്സിലുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നല്ലൊരു സഭ പണിയണം, വേറെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചിന്തകൾ ഒത്തിരി മനസ്സിലുണ്ടായിരിക്കാം. You want to donate to the orphanage. നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സ്ഥലത്തേക്ക് അവിടെ പൈസ കൊടുക്കണമെന്ന് തോന്നിയേക്കാം. It's written a good man is having like all the good thoughts with wrong mind. നല്ല ചിന്തകളൊക്കെയുള്ള മനുഷ്യനായിരിക്കും, പക്ഷെ തെറ്റായ മനസ്സായിരിക്കും. So you are having your own program maybe. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ചിന്തകളും നിങ്ങളുടെ തന്നെ വഴികളുമായിരിക്കും ഉള്ളത്. After accepting him as your Lord and Savior, what your first duty is? കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം ആദ്യത്തെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, To testify. അവനെ സാക്ഷീകരിക്കുക എന്നുള്ളതാണ്. Give your testimony to others. നിങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവരോട് പറയുക. So whenever I'll get the time, I'll share my testimony. ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടുന്ന സാവകാശങ്ങളിലൊക്കെ ഞാൻ സാക്ഷ്യം ചെയ്യുന്നു. Because I know for this only He called me. എനിക്കറിയാം അതിനുവേണ്ടി ദൈവം എന്നെ വിളിച്ചതെന്ന്. See, you can see a living testimony. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ഒരു ജീവനുള്ള ടെസ്റ്റിമണി അവിടെ ഇരിക്കുന്നത്. He is having 2 times. 2 പ്രാവശ്യം. And still he is sitting here. എന്നിട്ടും അദ്ദേഹം ഇവിടെ ഇരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So we are having living testimony with us. ഇന്ന് പലക്കാലം നമ്മുടെ ജീവിക്കുന്ന ഒരു ടെസ്റ്റിമണിയാണ് പ്രിയ ജോസഫ്. And why he chooses us to testify him. നമ്മൾ എന്തിനാ അവനിൽ വിശ്വസിക്കുന്നത് ചോദിച്ചാൽ അവന്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ സാക്ഷ്യം പറയുന്നതിന് We വേണ്ടി. have to tell our co-worker about Jesus. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ കൂടെയുള്ളവരോടും യേശുവിനെ പറ്റി പറയുന്നവരാണ്. If your parents or your relatives are not in belief, you have to tell. നിന്റെ ബന്ധുക്കളോ നിന്റെ ബാക്കിയുള്ള ആൾക്കാർ ആരെങ്കിലും യേശുവിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ നിന്റെ പറ്റിയുള്ള സാക്ഷ്യം നീ അവരോട് പറയണം. So the Son of God, he's saying in a verse, Acts 8:23, അപ്പോസ്തല പ്രവൃത്തി 8:23, Acts chapter 8 verse 23. For I see that you are poisoned by bitterness and bound by iniquity. ഇങ്ങനെ വായിക്കുന്നത് Acts chapter 8 verse 23, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. So that bitterness is inside you. നിന്റെ ഉള്ളിലെ കയ്പുണ്ട്. And you are doing all the good things. എന്നിട്ട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുക. You are donating, you are giving to the orphanage. നീ അവിടെ ആൾക്കാർക്ക് കൊടുക്കുന്നു, നീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. But you are not allowing that bitterness to come out. എന്നാൽ നീ നിന്റെ കയ്പ് വരാതെ നീ കാര്യങ്ങൾ ചെയ്യുകയാണ്. The bitterness will come out when you will accept him as your Lord and Savior. The bitterness will come out when you will accept him as your Lord and Savior. മാറണമെന്നുണ്ടെങ്കിൽ നിനക്ക് കർത്താവിലേക്ക് കടന്നു വന്ന് അവനെ സ്വീകരിച്ചാലേ പറ്റുള്ളൂ. Not only accepting him, accepting his program also. അവനെ സ്വീകരിക്കുന്നത് മാത്രമല്ല അവന്റെ പദ്ധതിയും കൂടെ നമ്മൾ അംഗീകരിക്കണം. So when we are doing our own things by accepting him, നമ്മൾ നമ്മുടെ അവനെ അംഗീകരിച്ചിട്ട് നമ്മുടെ കാര്യം ചെയ്യാൻ പോയാൽ that is not a complete acceptance. അത് നമ്മളൊരു പരിപൂർണമായ ഒരു അംഗീകാരമല്ല. That is half acceptance. അതൊരിക്കലും പകുതിയായിട്ടുള്ള നിന്റെ ഒരു അംഗീകാരമാണ്. We never accepted that this battle belonged to the Lord.
We never accepted that this battle belonged to the Lord. നമ്മൾ ഒരിക്കലും സമ്മതിക്കത്തില്ല ഈ യുദ്ധം. Yeah, this battle belongs to the Lord. ഈ യുദ്ധം ദൈവത്തിന് വേണ്ടിയുള്ള This സമ്മതിക്കില്ല. is not our battle and we cannot do it by our own. നമ്മുടെ ജീവിതത്തിൽ വരുന്ന യുദ്ധം നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. So when we surrender ourselves to Lord, നമ്മളെ സമർപ്പിച്ചു കഴിയുമ്പോൾ then only He start doing work in your life. എങ്കിൽ മാത്രമേ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. Otherwise every Sunday you will come, you will go, you will come, you will go. അല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും വരും, പാട്ടൊക്കെ പാടും, വീണ്ടും പോകും, വീണ്ടും വരും, വീണ്ടും പോകും, ഒരു സമർപ്പണവുമില്ല. One more verse we will read, Acts 8:9. അതിന്റെ 8-ാം അധ്യായത്തിന്റെ 9 Acts chapter 8 verse 9. But there was a certain man called Simon, എന്നാൽ സീമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ who previously practiced sorcery in the city and astonished the people of Samaria. അവൻ ആഭിചാരം ചെയ്ത് പട്ടണത്തിലുള്ളവരെ എല്ലാം ഭ്രമിപ്പിച്ചു പോകുന്നവനായിരുന്നു. So there is a man called named Simon. അവന്റെ പേര് സീമോൻ എന്നായിരുന്നു. So there is a man called Simon. ഈ സീമോനെ പറ്റി പറയുന്നത്, So he used to amaze people. അവൻ മറ്റുള്ളവരെ ഭ്രമിപ്പിക്കാൻ കഴിവുള്ളവനായിരുന്നു. Today we also want to amaze people. നമ്മുടെ മനസ്സിൽ അറിയോ, എല്ലാവരെയും ഒന്ന് ഭ്രമിപ്പിക്കണം. People will ask from where you got this car. നീ എവിടെ നിന്ന് വന്നതാണ് അവന്റെ സംസാരം കേൾക്കുമ്പോൾ തോന്നണം. From where you got this big house. നിനക്ക് ഈ വലിയ വീട് എവിടെ നിന്ന് കിട്ടി? Oh wow, what a singer you are. How you did this? നീ എങ്ങനെയാടാ ഇത് ചെയ്തത്? So God is saying, like, maybe what a preacher you are. നിങ്ങൾ എത്ര വലിയ പ്രസംഗകനാണെന്ന് ആൾക്കാർ പറയണം. Preaching is good. പ്രസംഗിക്കുന്നത് നല്ലതാണ്. But after preaching, the thought in our mind, he will come and say, what a word it was. പ്രസംഗിച്ചു കഴിഞ്ഞ ശേഷം അവൻ വന്ന് എന്നോട് നീ കൊള്ളായിരുന്നു എന്ന് That is bad. അതാണ് തെറ്റായിട്ടുള്ള So കാര്യം. he want to see your intention. അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലെ ചിന്ത അറിയാൻ When you ആഗ്രഹിക്കുന്നവനാണ്. are singing, sing for God. ഇന്ന് പലക്കാലം പാടുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി പാടണം. When you are preaching, preach for God. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കണം. Not to get clap from the audience. നിങ്ങളുടെ കയ്യിലിരിക്കുന്നവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയല്ല. Not to get some reward back from the audience. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയല്ല. There is a person named Simon. എന്നാൽ ഈ സീമോൻ എന്ന് പറഞ്ഞ വ്യക്തി He used to amaze people. ജനങ്ങളെ എല്ലാം ഭ്രമിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. He used to show magic. മാജിക് കാണിക്കുമായിരുന്നു. Everyone with God amazed. മാജിക് കാണുമ്പോൾ എല്ലാവരും അങ്ങ് ഭ്രമിക്കപ്പെടും. It's very nice. What kind of magic? അയ്യോ, എന്ത് ടൈപ്പുള്ള ഒരു മാജിക് ആയത്? What happened in his life? എന്നാ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച എന്താന്ന് ചോദിച്ചാൽ, Read. Acts 8:13. 13 എന്ന് വായിക്കാം. Yeah, first thing he believed. എന്താ ആദ്യം സംഭവിച്ചത്? സൈമണും വിശ്വസിച്ചു. He believed in Jesus and then he baptized. അതിനുശേഷം അവൻ സ്നാനമേറ്റു. Then after that, So this Simon, who before he was doing sorcery and magic and astonished people. നേരത്തെ ആഭിചാരം ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്ന ശീമോന്, The first thing what we all are doing, he also did the same. He believed in him. അവൻ ആദ്യം നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. And he got baptized. അതിനുശേഷം അവൻ സ്നാനമേറ്റു. And then he saw the Philip and all the others, they are doing wonders and signs. അതിനുശേഷം ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നിട്ട് അവര് ദൈവനാമത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവൻ കണ്ടു. One more verse we will read. ഒരു വാക്യം കൂടെ Acts 8:18 to 19. Acts 8 verse 18 and 19. വായിച്ചോ. Someone from ladies. സൗകര്യമായ ഭാഗത്ത് മലയാളത്തിൽ ചോദിച്ചാണെങ്കിൽ 18 and 19. Read. Hallelujah. So he came to believe. അവൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. But his old habit to amaze people was still there. അവനും മറ്റുള്ള പഴയത്തെ അവന്റെ സ്വഭാവം ഉണ്ടായിരുന്ന ആൾക്കാരെ ഭ്രമിപ്പിക്കണമെന്നുള്ള സ്വഭാവം. Oh brother, what a good preaching. സഹോദരാ, നിന്റെ പ്രസംഗം എത്ര വലുതാണ്. Came to believe. വിശ്വാസത്തിൽ വന്നു. But want to amaze people. പക്ഷെ എല്ലാവരെയും ഒന്ന് ഭ്രമിപ്പിക്കണം. Have you seen how I preached? നിനക്കറിയാമോ എങ്ങനെ ഞാൻ പ്രസംഗിക്കുന്നത്? Everyone got astonished. പ്രസംഗിക്കുന്നതോടെ എല്ലാവരും അവിടെ ഭ്രമിക്കപ്പെട്ടു. Pastor also said, I never preached. പാസ്റ്ററും പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. So he want to see the intention in your heart. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ അറിയുവാൻ ചെയ്യാം. Why you are singing his song? എന്തുകൊണ്ടാണ് നമ്മൾ അവന് വേണ്ടി പാട്ട് പാടുന്നത്? Why you are preaching his word? നിങ്ങൾ എന്തിനാണ് അവന്റെ വചനം സംസാരിക്കുന്നത്? For his glory or
or for your own glory? നിന്റെ മഹത്വത്തിനാണോ ദൈവത്തിന്റെ മഹത്വത്തിനാണോ? Today many are there ഇന്ന് പലക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്, who is preaching, who is singing അവര് പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് for their own glory. അവരുടെ സ്വന്തം മഹത്വത്തിന് വേണ്ടിയാണ്. They want to reach some subscribers. നമ്മൾ അവർക്ക് കുറെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടിയുണ്ട്. They want to get such and such response from the നിങ്ങളും ആൾക്കാരിൽ നിന്ന് ഇങ്ങനെയുള്ള റെസ്പോൺസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. never accepted his plan. അവരൊരിക്കലും ദൈവത്തിന്റെ പദ്ധതി അംഗീകരിക്കുന്നവരല്ല. After some years അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ they will behave like Simon അവർ പലപ്പോഴും സീമോനെ പോലായി മാറും, and go back. അത് തിരിഞ്ഞു പോകും. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Today you are relying in your own plan or God's plan. ഇന്ന് പലക്കാൽ നിങ്ങൾ നിങ്ങളുടെ പദ്ധതിക്കാതാണോ ഇരിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിക്കാതാണോ? Today he is asking you, ഇന്ന് പലക്കാൽ നിങ്ങളോട് ചോദിക്കുകയാണ്, what you are doing is just a show off or you are doing it for him? ഇന്ന് പലക്കാൽ നിങ്ങൾ കാണിക്കുന്ന കാര്യം മറ്റുള്ളവരെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ അതോ ദൈവത്തിന് വേണ്ടിയാണോ? Say, shake hand and say, I will live my life for him. നിങ്ങൾ കരം കൊടുത്തിട്ട് പറ, അടുത്തിരിക്കുന്ന കരം കൊടുത്തിട്ട് പറ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറ. Hallelujah. ഹല്ലേലൂയ. Cannot make him fool. നമ്മൾ ഒരിക്കലും ദൈവത്തെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. He know everything about you. അവൻ നിന്നെ പറ്റിയുള്ള മുഴുവനും അവൻ അറിയാം. The acting will go for 5 minutes, 10 minutes, not lifelong. നിങ്ങൾ 5-10 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. When Satan will get into you, നിങ്ങള് സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ then he will act. അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. Hallelujah. ആമേൻ. The families are getting spoiled. നമുക്കറിയാം, കുടുംബജീവിതങ്ങളെ അവൻ തകർത്ത് കളയും, Children are getting spoiled. കുഞ്ഞുങ്ങളെ തകർത്ത് കളയും. Because when you came into Christ, നിങ്ങൾ യേശുവിലേക്ക് കടന്നു വരുമ്പോൾ you did not accepted him. You did not accept him. യേശുവിന്റെ അടുത്തേക്ക് വന്നു, നീ അവനെ അംഗീകരിച്ചില്ല. You did not accepted his plan. അവന്റെ പദ്ധതി നീ അംഗീകരിച്ചില്ല. Though you are going to the church, നിങ്ങൾ ചർച്ചിൽ പോകുന്നെങ്കിലും, though you are doing all the big things, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെങ്കിലും, but you did not accepted his plan. നിങ്ങൾ കർത്താവിന്റെ പദ്ധതി അംഗീകരിച്ചില്ല. In Romans 7:19, റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, റോമൻസ് 7:19. read. വായിക്കാം. Read. കുഞ്ഞുങ്ങൾ വായിച്ചു ആരെങ്കിലും? 7:19. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നു. So here he's saying, for the good that I would I do not, but the evil which I would not, that I do. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. Because the process what is going inside is the old one. അവന്റെ ഇരിക്കുന്ന ആ പ്രോസസിംഗ് സാധനം എന്ന് പറയുന്നത് പഴയതായതുകൊണ്ട്. The old life is not died yet. കാര്യം അവന്റെ പഴയ ജീവിതം ഇതുവരെ മരിച്ചു പോയിട്ടില്ല. Still you are living in your past. നിങ്ങൾ നിങ്ങളുടെ പഴയ കാലത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്. Still the way you are living your life is like how you are living before. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പഴയ കാലത്തെ ആ ചിന്തകൾ വെച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നത്. You will live your new life നിങ്ങൾ നിങ്ങളുടെ പുതിയ ജീവിതം ജീവിക്കുന്നത് only when you say, Lord forgive me, I am going to accept your program in my life. ഞാൻ കർത്താവേ എന്റെ ക്ഷമിക്കണമേ, ഞാൻ നിന്റെ പദ്ധതി എന്റെ ജീവിതത്തിൽ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴാണ്. And not lean on your own understandings and thoughts. നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ ചിന്തയിലും നിങ്ങൾ ഊന്നി നിൽക്കരുത്. Today we are having God's supper. നമുക്ക് ഇന്ന് തൽക്കാലം കർത്താവിന്റെ മേശയുണ്ട്. As I said, the biggest miracle is his resurrection. നമ്മൾ കേട്ടതുപോലെ ഏറ്റവും വലിയ മിറക്കൽ എന്ന് പറഞ്ഞ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. This table shows us so many things. ഈ മേശ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. This table is a table of remembrance. ഈ മേശ ഒരു ഓർമ്മയുടെ മേശയാണ്. How he broke his body for us. അവന്റെ ശരീരം നമുക്ക് വേണ്ടി എങ്ങനെ നുറുക്കപ്പെട്ടു എന്നുള്ളത്. How he poured out end drop of his blood for us. തന്റെ അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി എങ്ങനെ ചൊരിയപ്പെട്ടു എന്നുള്ളത്. And this table is a table of presence. ഇന്ന് പൽക്കാലം ഈ ടേബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ടേബിളാണ്. How he is present now for us. ഇന്ന് പൽക്കാലം നമുക്ക് വേണ്ടി അവൻ എങ്ങനെ സാന്നിധ്യത്തിലായിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു. To heal you, നിങ്ങളെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി, do miracle in your life. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. And this table is a table of unity. ഇത് ഐക്യതയുടെ ടേബിളും കൂടാണ്. In 1 Corinthians, 1 കൊരിന്ത്യർ അതിന്റെ 10:17 വായിക്കുന്നു, so we being many are one bread. നമ്മൾ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. One body. ഒരു ശരീരം. For we all are partaker of the one bread. നമ്മൾ ആ ഒരപ്പത്തിന്റെ അംശികളാകുമ്പോൾ ഒരു ശരീരത്തിന്റെ
അവയവങ്ങളാണ് നമ്മൾ പറയുകയാണ്. So this table is reminding us how unite we are as a brother and നമ്മള് sister. ക്രിസ്തുവിൽ നമ്മൾ എങ്ങനെ ഒന്നിച്ചായിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കർത്തൃമേശ. But many of the time I'm seeing, I'll take 2-3 more minutes. Many of the time I'm seeing everyone will be in a hurry to go out. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇവിടുന്ന് എല്ലാവരും പെട്ടെന്ന് എന്തെങ്കിലും കഴിഞ്ഞ് പെട്ടെന്ന് ചാടി ഇറങ്ങി പോകാൻ Last ശ്രമിക്കുക. time pastor told me, I'm including myself, told me one name and I was imagining his face. ലാസ്റ്റ് ടൈമില് പാസ്റ്റർ ഇവിടെ ചില ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആളാരാന്ന് പിടിയില്ല. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്ററോട് ചോദിച്ചു ആരാന്ന്. And I thought bad for myself. അത് കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്റെ മനസ്സോട് തോന്നി, എന്റെ കൂടെ ഇരിക്കുന്ന ആ വ്യക്തിയെ എനിക്ക് അറിയത്തില്ലല്ലോ എന്നുള്ളത്. We need to have that unity among us. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഇടയിൽ ആ ഒരു ബന്ധം നമുക്ക് വേണം. At least shake hand to everyone. നമ്മള് മീറ്റിംഗ് കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും നമ്മള് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടതാണ്. One more verse we'll read. This is the last verse. ഇത് അവസാനത്തെ വാക്യമാണ്, അതുകൊണ്ട് വായിച്ചു. Matthew 5:46-48. മത്തായി സുവിശേഷം 5:46-48. For if you love those who love you, what reward have you? നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? Do not even the tax collector do the same? ടാക്സ് കളക്ടേഴ്സും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. If you greet your brethren only, what do you do more than others? നിങ്ങൾ സഹോദരന്മാർക്ക് മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ മറ്റുള്ളവരിൽ എന്താണ് വിശേഷതയുള്ളത്? Do not even the tax collector do so? അവരെ അങ്ങനെ മറ്റുള്ളവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. Now in churches also we are having groups. നമ്മുടെ സഭയിൽ നമുക്ക് ഈ കാലത്ത് ഗ്രൂപ്പുകളുണ്ട്. A group, B group, C group. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞുണ്ട്. C group will not talk to A group. സി ഗ്രൂപ്പുകാര് എ ഗ്രൂപ്പിനോട് സംസാരിക്കത്തില്ല. A group will not talk to B group. എ ഗ്രൂപ്പുകാര് ബി ഗ്രൂപ്പിനോട് സംസാരിക്കത്തില്ല. Are you living a godly life? നിങ്ങൾ ദൈവഹിത പ്രകാരമാണോ Or ജീവിക്കുന്നത്? you are living your own life അതോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതമാണോ as ജീവിക്കുന്നത്? you want to live? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലാണോ So ജീവിക്കുന്നത്? it is written, ഇവിടെ എഴുതിയിരിക്കുകയാണ്, if you greet your brethren only, നിങ്ങളുടെ സഹോദരന്മാരെ മാത്രം നിങ്ങൾ വന്ദനം ചെയ്താൽ what do you do more than others? നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യസ്തരാണ് നിങ്ങൾ? Today I will give you a task. നിങ്ങൾ ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. Go to that person whom you never shake your നിങ്ങൾ hand. ഇതുവരെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഈ സഭയിൽ ഒരു വ്യക്തിക്ക് ഷെയ്ക്കാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ന് പൽക്കാലം ഷെയ്ക്കാൻ കൊടുക്കണം. Give a shake hand and ask him, how are you, നിങ്ങൾ brother കൈ or കൊടുത്തിട്ട് sister? പറയണം, എങ്ങനെയുണ്ട് സഹോദര എന്നൊരു സഹോദരി എന്നൊരു ചോദ്യം ചോദിക്കണം. Take a time, live your life like Jesus, not by yourself. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കണം, നിങ്ങളുടെ ഹിതപ്രകാരമല്ല. Then he said, I will do miracle in your life. അതിനുശേഷം കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾസ് ചെയ്യും. We are having a condition before all the blessings. ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നതിന് മുമ്പ് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. So that condition we have to fulfill. നമ്മൾ ആ കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യണം. Without fulfilling that condition, you are saying, oh, this is not happening in my life, that is not happening. That is a waste. നമ്മൾ ആ കണ്ടീഷൻ ഒന്നും പൂർത്തീകരിക്കാതെ എന്റെ ജീവിതത്തിൽ ഇത് നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. Hallelujah. Shake the hand and say, from today I will accept his plans, his program in my life. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറ, ഇന്നു മുതൽ ഞാൻ അവന്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. The moment you will say hallelujah loudly.